കേരളം ആർക്കൊപ്പം വരാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷന്റെ ഏറ്റവും പുതിയ ഒരു സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. 140 സീറ്റുകളിൽ 25 സീറ്റുകളിലുള്ള സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 70 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിലും ആർക്കൊക്കെയാണ് വിജയ സാധ്യതയുള്ളത് എന്നാണ് നോക്കുന്നത്. ആദ്യമായി നോക്കുന്ന മണ്ഡലം മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കാനാണ് സാധ്യത. മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDF 40.5% വോട്ടും NDA 39% വോട്ടും LDF 20.5% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം വൈക്കമാണ്. വൈക്കം മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം. LDF 46.7% വോട്ടും UDF 38.5% വോട്ടും NDA 14.8% വോട്ടും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്നത് തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് ഒരു ഇടത് കോട്ടയാണ്. അവിടെ LDFന് 54.46% വോട്ടും UDFന് 39.11% വോട്ടും NDAക്ക് 6.44% വോട്ടുമാണ് നേടാൻ സാധ്യത. അടുത്തതായി നോക്കുന്നത് നിലമ്പൂരാണ്. നിലമ്പൂരിൽ UDFനാണ് മുൻതൂക്കം. UDF 55.88%, LDF 38.12%, NDA 6% വോട്ടും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്നത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ UDFനാണ് മുൻതൂക്കം. UDF 43.84%, LDF 33%, NDA 12.81% വോട്ടും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന മണ്ഡലം അരുവിക്കരയാണ്. അരുവിക്കരയിൽ UDF തിരിച്ചു പിടിക്കുമെന്നാണ് പറയുന്നത്. UDFന് 45.83% വോട്ടും LDFന് 41.84% വോട്ടും NDAക്ക് 12.33% വോട്ടും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന മണ്ഡലം റാന്നിയാണ്. റാന്നിയിൽ UDFനാണ് മുൻതൂക്കം. UDF 44.36% വോട്ടും LDF 40.15% വോട്ടും NDA 15.49% വോട്ടും നേടും. അടുത്തതായി നോക്കുന്ന മണ്ഡലം പത്തനാപുരമാണ്. പത്തനാപുരം മണ്ഡലത്തിൽ LDFനാണ് മുൻതൂക്കം. LDF 49.26% വോട്ടും UDF 39.9% വോട്ടും NDA 10.84% വോട്ടും നേടും. അടുത്തതായി നോക്കുന്ന മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂർ മണ്ഡലം UDFനാണ് സാധ്യത. UDF 38.91% വോട്ടും LDF 31.54% വോട്ടും NDA 29.55% വോട്ടും നേടും. അടുത്തതായി നോക്കുന്ന മണ്ഡലം പീരുമേടാണ്. പീരുമേട്ടിൽ UDFനാണ് മുൻതൂക്കം. UDF അവിടെ 48.47% വോട്ടും LDF 42.20% വോട്ടും NDA 9.33% വോട്ടും നേടും. അടുത്തതായി നോക്കുന്ന മണ്ഡലം അടൂരാണ്. അടൂരിലും UDFനാണ് സാധ്യത. UDF അവിടെ 46.14% വോട്ടും LDF 39.51% വോട്ടും NDA 14.35% വോട്ടും നേടും. അടുത്തതായി നോക്കുന്നത് തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരം മണ്ഡലം UDFനൊപ്പമാണെന്നാണ് പറയുന്നത്. UDF അവിടെ 41.09% വോട്ടും LDF അവിടെ 33.66% വോട്ടും NDA 25.25% വോട്ടും നേടും. അടുത്തതായി നോക്കുന്ന മണ്ഡലം എലത്തൂരാണ്. എലത്തൂർ ഇടതിനൊപ്പമാണെന്നാണ് പറയുന്നത്. LDF അവിടെ 52.69% വോട്ടും UDF 36.86% വോട്ടും NDA 10.45% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം തൊടുപുഴയാണ്. തൊടുപുഴ UDFനൊപ്പമാണെന്നാണ് പറയുന്നത്. UDF അവിടെ 52.25% വോട്ടും LDF 35.10% വോട്ടും NDA 12.65% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നാണ് പറയുന്നത്. LDF അവിടെ 39.99% വോട്ടും UDF
38.06% വോട്ടും NDA 21.95% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം വൈപ്പിനാണ്. വൈപ്പിൽ ചെങ്കൊടി തന്നെ പാറുമെന്നാണ് പറയുന്നത്. LDF അവിടെ 46.86% വോട്ടും UDF 41.79% വോട്ടും NDA 11.35% വോട്ടും നേടും. അടുത്തതായി നോക്കുന്ന മണ്ഡലം തിരൂരങ്ങാടിയാണ്. തിരൂരങ്ങാടി UDFനൊപ്പമാണെന്നാണ് പറയുന്നത്. UDF അവിടെ 51.88% വോട്ടും LDF അവിടെ 43.11% വോട്ടും NDA അവിടെ 5.01% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം കയ്പമംഗലമാണ്. കയ്പമംഗലം ഇടതിനൊപ്പമാണെന്നാണ് പറയുന്നത്. LDF അവിടെ 47.22% വോട്ടും UDF 37.18% വോട്ടും NDA 15.60% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം വാമനപുരമാണ്. വാമനപുരം ഇടതുകോട്ട തന്നെയാണെന്നാണ് പറയുന്നത്. LDF അവിടെ 52.68% വോട്ടും UDF 36.98% വോട്ടും NDA 10.34% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം മലമ്പുഴയാണ്. മലമ്പുഴയിൽ LDF തന്നെ തുടരുമെന്നാണ് പറയുന്നത്. LDFന് അവിടെ 44.24% വോട്ടും UDFന് അവിടെ 31.53% വോട്ടും NDA അവിടെ 24.23% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം മാവേലിക്കരയാണ്. മാവേലിക്കര ചെങ്കോട്ട തന്നെയാണെന്നാണ് പറയുന്നത്. LDF അവിടെ 55.76% വോട്ടും UDF 25.98% വോട്ടും NDA 18.26% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ചാലക്കുടിയാണ്. ചാലക്കുടി UDF നിലനിർത്തുമെന്നാണ് പറയുന്നത്. UDF അവിടെ 48.35% വോട്ടും LDF 40.05% വോട്ടും NDA 11.60% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ഇരവിപുരമാണ്. ഇരവിപുരം ഇടതിന് ഉറച്ച മണ്ഡലമാണ്. LDFന് അവിടെ 48.26% വോട്ടും UDFന് അവിടെ 40.80% വോട്ടും NDA 10.94% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം കുന്നത്തൂരാണ്. കുന്നത്തൂർ ഇത്തവണ UDFനൊപ്പമാണെന്ന് പറയുന്നത്. UDFന് അവിടെ 48.49% വോട്ടും LDFന് അവിടെ 40.10% വോട്ടും NDA 11.41% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം തിരുവമ്പാടിയാണ്. തിരുവമ്പാടി ഇടതിനൊപ്പമാണെന്നാണ് പറയുന്നത്. LDFന് അവിടെ 49.38% വോട്ടും UDFന് അവിടെ 45.20% വോട്ടും NDAക്ക് അവിടെ 5.42% വോട്ടുമാണ് നേടുക. ഈ 25 മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ LDF 12 സീറ്റുകളും UDF 13 സീറ്റുകളും നേടും. NDA അവിടെ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല.